ഭേദഗതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ ഭേദഗതിയിൽ ഏറ്റവും അപകടം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കണ്ടീഷൻ 2, the display firework shall be stored in a licensed magazine and displaced only at the place shown in the plan attached to the license. The magazine shall be at least 200 meters away from the display site. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും മാഗസിൻ ഇപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നെഹ്റു മണ്ഡപത്തിനോ ഏറെ എതിർവശത്ത് പഴയ വിദ്യാർത്ഥി കോർണറിനോട് ചേർന്ന് പാറമേക്കാവിന്റെ മാഗസിൻ, CMS സ്കൂളിന്റെ എതിർവശത്ത് തിരുവമ്പാടി വെടിക്കെട്ട് നടക്കുന്നതിന്റെ നേരെ ചേർന്ന് വടക്കുന്നാഥന്റെ ചുമരിനോട് ചേർന്ന് തിരുവമ്പാടിയുടെ മാഗസിൻ. ആ മാഗസീനിൽ നിന്ന് 200 മീറ്റർ അകലെയായിരിക്കണം ഫയർ ലൈൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ് പിന്നെ തൃശ്ശൂർ പൂരത്തിന്റെ ആമുട്ടിന്റെ കുഴി കുത്താൻ പോകുന്ന സ്ഥലം എന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. തൃശ്ശൂരിലെ സ്വരാജ് ഗ്രൗണ്ടിൽ പറ്റുമോ കുഴി കുത്താൻ? അവിടെയും പറ്റില്ല. വേണമെങ്കിൽ രാഗവും പൊളിച്ച് എലൈറ്റും പൊളിച്ച് ആ വ്യാസം പൂർണ്ണമായിട്ടെടുത്താൽ മാത്രമേ ഇതിന്റെ കണ്ടീഷൻ 2 പ്രകാരം നമുക്ക് വെടി കെട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള സൗകര്യങ്ങളോടെ നടത്താൻ വേണ്ടി സാധ്യമാകും. അസംബ്ലിംഗ് ഓഫ് ദ ഫയർവർk for displays purpose shall be at a distance of minimum 20 meters from the firework storage magazine and minimum 100 meters from the display site. കൂടുതൽ അപകടത്തിലേക്കായി. സാധാരണ നിലയിൽ ഇതിന്റെ തന്നെ 13 പറയുന്നുണ്ട്. ടെന്റ്, ഒഴിഞ്ഞ ടെന്റ്, ട്രാവലർ, ക്യാൻവാസ് ഷെൽട്ടർ എന്നിവ ഒഴിഞ്ഞു കിടക്കുകയാകയാൽ 15 മീറ്റർ വ്യത്യാസം മതി. ആ വ്യത്യാസമേ ഈ ഡിസ്പ്ലേ ഷെഡിന് ഉണ്ടാകേണ്ട കാര്യമുള്ളൂ. ഇതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അയച്ച നിർദ്ദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പറയുന്ന ഒരു വ്യവസ്ഥ 14ലാണ്. 14 വ്യവസ്ഥ പ്രകാരം ആശുപത്രികൾ, നഴ്സിംഗ് ഹോമുകൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിൽ നിന്ന് 280 മീറ്റർ അകലം പാലിക്കണം. തദ്ദേശ സ്ഥാപനങ്ങളുടെയോ ഉടമയുടെയോ ഏജന്റിന്റെയോ സമ്മതം പാലിക്കേണ്ടത് ആവശ്യമാണ്. പൂരം നാളിൽ സമീപ പ്രദേശത്തെ എല്ലാ സ്കൂളുകളും സാധാരണ അവധിയാണ്. അപ്പൊ സ്കൂളുകൾ എന്ന് പ്രയോഗിച്ചാൽ തന്നെ അപകടകരമായ ഒരു പ്രശ്നമുണ്ട്. പ്രവർത്തനത്തിലുള്ള സ്കൂളുകൾ എന്ന് തീരുമാനിച്ചാൽ, വർക്കിംഗ് സ്കൂൾസ് എന്ന് തീരുമാനിച്ചാൽ ഒരു പ്രയാസവും ഉണ്ടാകില്ല. വർക്കിംഗ് ടൈം അതായത് സ്കൂൾ അത് വർക്കിംഗ് ടൈം എപ്പോഴാണ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് ആ നേരത്താണെങ്കിൽ നമുക്ക് പറഞ്ഞത് മനസ്സിലാകും. പക്ഷെ അന്ന് തൃശ്ശൂരിൽ പ്രാദേശിക അവധിയായിരിക്കും, അതുകൊണ്ട് ഒരു സ്കൂളും ഉണ്ടാകില്ല. ആശുപത്രികളുടെയും നഴ്സിംഗ് ഹോമുകളുടെയും കാര്യത്തിൽ ബന്ധപ്പെട്ടവരിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ മതിയാകും എന്നുള്ളതാണ് കാര്യം. അതനുസരിച്ച് എത്രയോ കാലങ്ങളായി നമ്മൾ ആ പ്രവർത്തനം ഇവിടെ നടത്തി വരുന്നതാണ്. ഇതൊന്നും അറിയാത്ത വിധത്തിൽ ഒരു ഇടപെടലാണ് യഥാർത്ഥത്തിൽ ഏറ്റവും അപകടകരമായ വിധത്തിൽ ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ ഈ തേക്കിൻകാടിന്റെ പ്രത്യേകതയല്ല, സാധാരണ വെടിക്കെട്ട് നടത്തുന്നത് പോലെയാണ്. തേക്കിൻകാടിന്റെ ചുറ്റുമുള്ള വലിയ മദിരാശി മരങ്ങൾ, പൂവാക മരങ്ങൾ, അവർ തരുന്നൊരു സുരക്ഷിതത്വം ചെറുതല്ല. ആ പൂവാക മരങ്ങളും വലിയ മദിരാശി മരങ്ങളുമുള്ള ഒരു മൈതാനം ഒരുപക്ഷെ ഇത് തയ്യാറാക്കിയവർ നേരിട്ടിട്ട് കണ്ടിട്ടുണ്ടാവില്ല. സ്ഫോടക വസ്തുക്കളെ ഡയറ്റിൽ പറയുന്ന വിധം ചില തീപ്പൊരികളോ വെടിക്കോപ്പിനുള്ളിൽ നിന്ന് ചുട്ടുപൊന്തി താഴേക്ക് വീഴുന്ന മൺകട്ടയോ തടയാൻ, അപകടങ്ങൾ ഒഴിവാക്കാൻ ഏറ്റവും അനുഗ്രഹമായി നിൽക്കുന്നത് ഈ മരങ്ങളാണ്. ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത വാട്ടർ ഹൈഡ്രന്റ് ആണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ പൂരം നടത്താൻ കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനമായി, അടിത്തറയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് പൂരം നടത്തുമ്പോൾ അതിൻ്റെ വെടിക്കെട്ടിന് ഏതെങ്കിലും വിധത്തിൽ അപകടം ഉണ്ടാകരുത്, ഏതെങ്കിലും വിധത്തിൽ തകർന്നു പോകരുത് എന്ന കർശനമായ അഭിപ്രായം വെച്ചുകൊണ്ട് ആ പൂരം നടത്തിപ്പ് നമ്മുടെ തൃശ്ശൂർക്കാരുടെ അഭിമാനമായ ഒരു അനുഭവമാണ്. വെടിക്കെട്ടില്ലാതെ പൂരമില്ല. വെടിക്കെട്ടിലുണ്ടായ അപകടങ്ങൾ പരിഹരിക്കാൻ കഴിയും വിധം പൂരത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന നമ്മൾ ഈ നിബന്ധനകൾ വെച്ചുകൊണ്ട് കേരളത്തിൽ ഒരിടത്തും പൂരം മനസ്സമാധാനത്തോടെ നടത്താൻ സാധ്യമാകില്ല എന്ന് മാത്രമല്ല, തൃശ്ശൂർ നഗരത്തിന്റെ അഭിമാനമായി നിൽക്കുന്ന ഈ വെടിക്കെട്ട് നടത്താനാകില്ല. ഇപ്പൊ ഗിരീഷേട്ടനും രാജേഷേട്ടനും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ ഞാൻ റവന്യൂ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആലോചന നടത്തി. 100 മീറ്റർ എന്നുള്ളത് കർശനമായി പാലിക്കണമെന്ന പെസോയുടെ നിർദ്ദേശത്തെ മറികടക്കാൻ പറ്റാതിരിക്കുന്ന ഘട്ടത്തിൽ
ഇവര് നിർദ്ദേശിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് യഥാർത്ഥ ഫയർ ലൈനുമായി ഒന്നുകൂടി ഒരു സർവേ നടത്തി നോക്കണം. ഓർമ്മയുണ്ടാകും, ആ സർവേ നടത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ നടുവിലാൽ മുതൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മണികണ്ഠനാൽ വരെയെങ്കിലും നമുക്ക് ഈ നമ്മുടെ ഫുട്പാത്തിനോട് ചേർന്നിട്ടുള്ള ഡിവൈഡറിൽ ഇപ്പുറത്തു നിന്നത് കാണാൻ ആ ഭാഗത്തെങ്കിലും അവസരം ഉണ്ടായിരുന്നു. അപ്പോഴും തിരുവമ്പാടിയുടെ വെടിക്കെട്ട് നടക്കുന്നതിൻ്റെ അടുത്ത പ്രദേശത്ത് ഏതാണ്ട് പിന്നീട് ഇപ്പുറത്തേക്ക് ആളുകൾക്ക് കിടക്കാൻ കഴിയാത്ത വിധത്തിൽ ഒറ്റപ്പെടുകയാണ്. പൂരവുമായി ബന്ധപ്പെട്ട വെടിക്കെട്ടിൽ അപകടം ഉണ്ടാകരുതെന്ന കാര്യത്തിൽ നമുക്ക് നിർബന്ധമുണ്ടാകണം. അതിമനോഹരമായിട്ടുള്ള ഈ പൂരത്തിന്റെ വെടിക്കെട്ടെന്നുള്ളത് ഒഴിവാക്കാൻ പറ്റാത്തൊന്നാണെന്നും അത് നടപ്പിലാക്കാൻ കർശനമായി ഈ നിബന്ധനകളിൽ മാറ്റം വരുത്തണമെന്നും ഈ കരട് മാറ്റി പ്രസിദ്ധീകരിച്ച് എങ്ങനെയാണോ തൃശ്ശൂരിന് പൂരം നടത്താൻ അവസരമുണ്ടാവുക, വെടിക്കെട്ട് നടത്താൻ അവസരമുണ്ടാവുക, ആ വിധത്തിൽ ഇതിനെ മാറ്റണമെന്നും രാഷ്ട്രീയത്തിനതീതമായി ഈ തൃശ്ശൂർ ആവശ്യപ്പെടുകയാണ്. സാഹിത്യ അക്കാദമി ഹാളിൽ നിറഞ്ഞു തിരിഞ്ഞ ഈ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, ഇത് സംഘാടകരുടെ ആവശ്യമല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യമല്ല, ഭരണപക്ഷത്തിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ മാത്രം ആവശ്യമല്ല. തൃശ്ശൂരിന്റെ പൂരപ്രേമികൾ ജാതി മത രാഷ്ട്രീയ വർണ്ണ വർഗ ലിംഗവ്യത്യാസമില്ലാതെ ഈ പൂരത്തെ, ഈ പൂര പ്രതിസന്ധിയെ മറികടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ സെമിനാറിൽ വെച്ച് പറയുന്നു, ഞങ്ങൾ തൃശ്ശൂരിലെ പൂരപ്രേമികൾ ഒരു മനസ്സായി ആവശ്യപ്പെടുന്നു, ഈ ഓർഡിനൻസ് മാറ്റാതെ മുന്നോട്ട് പോകാനാകില്ല. അതിനേതറ്റം വരെയും പോകും. പെസോ എന്ന് പറഞ്ഞ സംഘടനയെ ഏത് കാലഘട്ടത്തിലും നിയന്ത്രിക്കുന്നത് ശിവകാശി ലോബിയാണ്. ശിവകാശിയിലെ വെടിക്കെട്ടുകാരെന്ന് പറഞ്ഞാൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരാണ്. അവരുടെ കച്ചവടം എന്ന് പറഞ്ഞാൽ 1000 കോടി 2000 കോടി 8000 കോടിയായിരുന്നു ഇത്തവണത്തെ കച്ചവടം, ദീപാവലി മാത്രം. അപ്പോൾ അവർക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ ഞാനൊരു ഈ ഏതാണ്ട് 10-15 കൊല്ലമായി ഇവിടെ 100 കോടി അല്ലെങ്കിൽ 1000 കോടിയോളം വരുന്ന നമ്മുടെ ഉത്സവ കേരളത്തിൻ്റെ വെടിക്കെട്ട് മുഴുവൻ ശിവകാശിയുടെ കീഴിൽ കൊണ്ടുവരാനായിട്ട് പ്രവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് 10-15 കൊല്ലമായിട്ട്. അതിന് നേരിട്ടൊരു അനുഭവം എനിക്കുണ്ടാവുകയുണ്ടായിട്ടുണ്ട്. ഈ 17 ഈ വെടിക്കെട്ട് നടക്കില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ശിവകാശിയിൽ നിന്ന് 17-ലും 18-ലും 19-ലും പലതവണ നേരിട്ട് എന്നെ വന്ന് കാണുകയും പറഞ്ഞു, എന്താണ് കയ്യിലുള്ള കാശ് തന്നാൽ മതി, ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിന് പുലർച്ചെ 3 മണി മുതൽ 6 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് വെടിക്കെട്ട് വർണ്ണവിസ്മയം അവിടെ തേക്കുകാട് മൈതാനത്തിൽ കാഴ്ചവെക്കാമെന്ന്. ആഗതമായിട്ടുള്ള വെടിക്കെട്ടും ഇവിടുത്തെ ജീവൻ പണയം വെച്ച് പണിയുന്ന പണിക്കാരുടെ അവസരം നമ്മൾ ഒരിക്കലും നമ്മളായിട്ട് അതിനൊരു തുടക്കം കുറിക്കരുത്. അവരെ സംബന്ധിച്ച് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് ഒരിക്കൽ ശിവകാശിയുടെ കയ്യിൽ വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ള ഉത്സവങ്ങളുടെ വെടിക്കെട്ടും അവരുടെ കീഴിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നുള്ള ഒരു വളരെ വലിയ വിശ്വാസം അവരുടെ പേരുണ്ട്. അങ്ങനെ പല ചർച്ചകളും നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വെടിക്കെട്ട് ഇവിടെ തന്നെ നിലനിർത്താനായി 17-18 കാലങ്ങളിൽ ഉണ്ടാവുകയുണ്ടായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 18-ലോ 19-ലോ സംസ്ഥാന ബഡ്ജറ്റിൽ 10 കോടിക്ക് ഒരു ഫയർ വർക്ക്സ് പാർക്ക് ചിറ്റണ്ടയിൽ ചെയ്യാം എന്നുള്ള നിലയ്ക്ക് ഉണ്ടായി. അതിനെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അത് പാസ്സായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട മുൻ മന്ത്രിക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ സാധിക്കും. പിന്നീട് ലാസ്റ്റ് മിനിറ്റിൽ അതിൻ്റെ വിലയുടെ തർക്കത്തിനാണ് അത് ഉണ്ടാവേണ്ടത് അല്ലേ? ഇന്ന് മൊയ്തീൻ സാറും സുനിൽ സാറാണ് അതിന് മുൻകൈയെടുത്ത് എല്ലാം പ്രവർത്തിച്ചത്. ഒരുപക്ഷെ ആ പാർക്ക് അന്ന് ഇവിടെ വന്നിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല. കേരളത്തിൻ്റെ വെടിക്കെട്ടിന് പാരമ്പര്യമുണ്ട്. അത് ശിവകാശിക്കാർക്ക് അടിയറ വെക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടത്. ആ ശിവകാശി ലോബിക്ക് വേണ്ടിയിട്ട് 2018 മുതൽ ഒരു നോട്ടിഫിക്കേഷൻ വരികയും ആ വിജ്ഞാപനത്തിന് അനുകൂലമായി ഈ 2024 അതിൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങുകയും ഉണ്ടായപ്പോൾ നമുക്കുണ്ടായ ആ ഒരു നഷ്ടം, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള വെടിക്കെട്ട്, അതിലുണ്ടാവുന്ന 10,000-കണക്കിനുള്ള തൊഴിലാളികളുടെ ഉപജീവന മാർഗം, അതിലും ഉപരിയായി
നമ്മുടെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും നടക്കുന്ന വെടിക്കെട്ടുകളുടെ ആസ്വാദനം ഇതൊക്കെ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നു. അതിനെയെല്ലാം തടയിടുന്നതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ തമിഴ്നാട്ടിലുണ്ടായിട്ടുള്ള ജല്ലിക്കെട്ട് പോലെയുള്ള ആ വിഷയത്തിൽ അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി ഒരുമയോടെ പ്രവർത്തിച്ചപ്പോൾ ആ നിയമം തന്നെ വന്ന വഴിക്ക് തന്നെ പോയ ഒരു സാഹചര്യം നമുക്കറിയാം. ഇവിടെ ഏറ്റവും കൂടുതൽ തൃശ്ശൂർ പൂരത്തിന് നിയമാനുസൃതം പൊട്ടിക്കുന്ന വെടിക്കെട്ടാണ് തൃശ്ശൂർ പൂരത്തിൽ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, അതായത് പോലീസിൻ്റെ ചെക്കിംഗ് ഉണ്ട്, പെസോൻ്റെ ചെക്കിംഗ് ഉണ്ട്, അത് കഴിഞ്ഞാൽ രാജേട്ടൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെക്കിംഗ് ഉണ്ട്. ഇതിനു ഉപരി സംഘാടകർ അതിൽ വീണ്ടും ശ്രദ്ധിച്ച് ഒരു പിഴവും സംഭവിക്കാതെ നടത്തുന്ന ആ വെടിക്കെട്ട് അത് ഭംഗിയായി നടക്കാൻ പൂരപ്പറമ്പിന് ചുറ്റും പുതിയ വാട്ടർ ലൈൻ വെച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുള്ള നിയമങ്ങളെല്ലാം ഒന്നിനൊന്ന് അംഗീകരിച്ചുകൊണ്ട് പൊട്ടിക്കുന്ന നമ്മുടെ വെടിക്കെട്ട് അതിനുവരെ ഇപ്പോൾ ടോർപ്പിഡോ വയ്ക്കുന്ന വിധത്തിലേക്ക് നിയമങ്ങൾ കൊണ്ടുവരികയാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞു ഫയർ ലൈനിൽ നിന്നും 200 മീറ്റർ മാറിയേ മാഗസിൻ പാടുള്ളൂ, പിന്നെ അതിൽ നിന്നും 100 മീറ്റർ വീണ്ടും മാറിപ്പോകണം ജനങ്ങൾ നിൽക്കണമെങ്കിൽ. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? നമ്മൾ ആവശ്യപ്പെടുന്നത് 100 മീറ്റർ ഉണ്ടാകുന്ന നിയമത്തിനെ 60 മീറ്ററാക്കി ചുരുക്കി നമ്മുടെ സ്വരാജ് റൗണ്ടിലെ റോഡിൻ്റെ പകുതി ഭാഗത്തെങ്കിലും ജനങ്ങളെ നിർത്തുന്നതിനും പൂരപ്രേമികളെ നിർത്തുന്നതിനും അത് ആസ്വദിച്ച് പൂരം ആസ്വദിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുവരെ നമ്മൾ ഫൈറ്റ് ചെയ്തിരുന്നത്. പക്ഷെ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഈ ഒക്ടോബർ മാസത്തിൽ ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ വന്നത്. ഇത്രയും ഭംഗിയായി നടക്കുന്ന വെടിക്കെട്ടുകൾ കേരളത്തിൽ നടക്കുമ്പോൾ ഓലപ്പടകം പാടില്ല എന്നാണ് അതിൽ. നമുക്ക് നിയമത്തിൽ നമ്മുടെ ഓലപ്പടകല്ലേ അത് ഒറ്റയ്ക്ക് പൊട്ടിക്കാം. ഒരുമിച്ച് കെട്ടിപ്പൊട്ടിച്ചാൽ അത് നിയമവിരുദ്ധമായി. എന്നാൽ ശിവകാശിയിൽ നിന്ന് വരുന്ന ആ കടലാസ് പടകം അത് പൊട്ടിക്കാം. അത് ഏറ്റവും പ്രശ്നമുള്ളതാണ്, മേത്തേക്ക് മുഴുവൻ പൊട്ടിത്തെറിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ അറിയാം. ആ 35 കണ്ടീഷൻസ് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കണ്ടീഷൻസ് വായിച്ചു കഴിഞ്ഞാൽ ഈ ഭൂലോകത്തിന് എവിടെയും വെടിക്കെട്ട് നടക്കില്ല. പൗരാവലിയെ വിളിച്ചിട്ടാണ് പാർട്ടി നേതൃത്വം കൊടുത്തത് മാത്രമേ ഉള്ളൂ. നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ രീതിയിലുള്ള നിയമ ഭേദഗതി കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകപൂരങ്ങളുടെയും കഴിയുന്ന എല്ലാ ഉത്സവ കമ്മിറ്റികളുടെയും യോഗ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും വിളിച്ചുകൂട്ടി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ളതാണ്. അക്കാര്യത്തിൽ CPI എന്ന നിലയിൽ പാർട്ടിയുടെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളും യാതൊരുവിധ താല്പര്യങ്ങളുമില്ലാതെ ഏത് തരത്തിലാണെങ്കിലും ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി മുന്നോട്ട് വരും എന്നുള്ള പ്രഖ്യാപനമാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാനപ്പെട്ട. ഈ പൂരത്തിന് ഒരാഴ്ച മുമ്പ് 50 മീറ്റർ അപ്പുറത്തേക്ക് വേണമെന്ന് പറഞ്ഞൊരു സർക്കാർ ഇറക്കിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? ആരാണ് തീരുമാനിച്ചത്? അപ്പൊ ചില ആളുകൾ തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികളിൽ അനാവശ്യമായി കൈകടത്തി ഇവിടുത്തെ വിശ്വാസവും ആയിട്ട് ബന്ധപ്പെടുത്തും. അതിപ്പോ തൃശ്ശൂർ പൂരം അല്ലെങ്കിൽ വിശ്വാസികളുടെ മാത്രം പ്രശ്നമല്ലല്ലോ ഇത്. വിശ്വാസവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം തുടങ്ങുമ്പോൾ വെടിക്കെട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ മേളം തന്നെ ഇപ്പൊ നമ്മുടെ പഞ്ചവാദി എന്നാ ഡിസൈൻ ചെയ്യപ്പെട്ടത്. തൃശ്ശൂർ പൂരം ആരംഭിക്കുന്ന അത് പഞ്ചവാദി ഉണ്ടോ? ഇല്ല. പല മേളങ്ങളും പിന്നീട് ഡിസൈൻ ചെയ്യപ്പെട്ടതാണ്. പഞ്ചവാദി ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ എന്താണ് വെങ്കച്ചന്റെ പുറത്തുള്ള ആൾക്കാരാണ് പുതിയ രീതിയിൽ ഡിസൈൻ ചെയ്യുന്നത്. 5 തരത്തിലെ മേളങ്ങളൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് അന്ന് അതിനെ പരമ്പരാഗത മേളക്കാർ എതിർത്തിട്ട് പോലും തിരുവമ്പാടിക്കാർ പൊട്ടിച്ചതാണ്. അത് എല്ലാ പരമ്പരാഗതമായതിനും എതിർത്തുകൊണ്ട് പൊട്ടിച്ചതാണ് തിരുവമ്പാടി. തൃശ്ശൂർ പൂരത്തിന്റെ പ്രത്യേകത ഇവിടെ പാണ്ടിവേളം അമ്പലത്തിനകത്ത് കൂട്ടില്ല. പക്ഷെ തൃശ്ശൂർ പൂരത്തിന് ആ പാണ്ടിവേളം അകത്ത് കൂട്ടുന്ന സ്ഥലമാണ് തൃശ്ശൂർ പൂരം.
അപ്പൊ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും മറ്റു വ്യത്യസ്തമായ രീതിയിൽ നടക്കുന്ന തൃശ്ശൂർ പൂരത്തിന്റെ അതിന്റെ മഹിമ എന്ന് പറയുന്നത് ഈ വ്യത്യസ്തതയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വർണ്ണവിസ്മയം തീർക്കുന്ന തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടാണ്. ആ വെടിക്കെട്ട് ഏറ്റവും സുരക്ഷിതമായി നടത്തുന്ന ഒരു കമ്മിറ്റിയാണ് തൃശ്ശൂരിലെ തിരുവമ്പാടി പാറമേക്ക കമ്മിറ്റി. ഇത്രയും ജാഗ്രത ഞാൻ അതിന്റെ എല്ലാ 10-15 കൊല്ലമായി പൂരത്തിന്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യം ഇടപെടുന്നതാണ്. ആ പൂരത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോ പുതിയ നിർദ്ദേശങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ് ഗിരീഷേ, എന്താണ് പിന്നെ റിമോട്ട് കൺട്രോൾ വെച്ച് പൊട്ടിക്കാവുന്ന സാധനം വരാൻ നമുക്ക് വർണ്ണവിസ്മയം പൊട്ടിക്കുക. ഇതൊക്കെ ശിവകാശിക്കാർ പറഞ്ഞ കാര്യം ഇതിപ്പോ പറയണമല്ലോ. അതിനാണെങ്കിൽ ഇപ്പൊ നാളെ തീരുമാനിക്കട്ട. അതൊക്കെ അല്ല, ഇത് ഈ വക പരിപാടികളൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കിയത് MP അടക്കമുള്ള ആൾക്കാർ ആ നിർദ്ദേശം വെച്ചതാണ്. എനിക്കറിയില്ല. ഇവിടുത്തെ ദേവസ്വങ്ങളും മറ്റും പറഞ്ഞ നിർദ്ദേശങ്ങൾ ആ കാര്യങ്ങളൊന്നും തന്നെ ചെവിക്കൊള്ളാതെ ഇവിടെ യോഗം വിളിച്ചുകൂട്ടി പ്രഹസനമാക്കി നടത്തി. ഒന്നുകിൽ കേന്ദ്രമന്ത്രി പറയേണ്ട ഒരു കാര്യം, ഞാൻ ആ ഉത്തരവാദിത്തത്തിൽ നിന്നും അദ്ദേഹത്തെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, എനിക്കിത് വേണ്ടവണ്ണം അത് സെൻട്രൽ ഗവൺമെന്റ് ധരിപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറയണം. അതിൽ തിരുവമ്പാടിയാണെങ്കിൽ പാറമേക്കാവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നമ്മളെല്ലാവരും കൂടി ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ആ യോഗം വിളിച്ചു കൂട്ടുമ്പോൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ധാരിക്കാം. നമുക്കെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കേന്ദ്രമന്ത്രിയടക്കം വരട്ടെ, എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മുടെ ഒരു പൊതുവികാരമായി ഏറ്റെടുത്തുകൊണ്ട് ഈ പൂരവും വെടിക്കെട്ടും പിന്നെ എഴുന്നള്ളിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് അപകടം ഇല്ലാത്ത വിധത്തിലും എന്നാൽ ജനങ്ങൾ കാണാൻ കഴിയാവുന്ന വിധത്തിലും ലോകോത്തര നിലവാരമുള്ള ലോകപ്രസിദ്ധമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ അതിന്റെ പകിട്ടോടും മഹിമയോടും പൂർവാധികം ഭംഗിയായും നടത്താൻ കഴിയും വിധം ഇതിന്റെ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ തൃശൂർ പൗരാവലി ഒന്നിച്ചണിനിരക്കും എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമ്മേളനമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒന്നിക്കണം. ഇതിൽ CPI, CPM, കോൺഗ്രസ്, BJP അടക്കമുള്ള ഇവിടെ കേരള കോൺഗ്രസ് മാണിയുടെ ആൾക്കാരിരിക്കുന്നത് എല്ലാ അടക്കമുള്ള എല്ലാവരും രാഷ്ട്രീയ പാർട്ടികളും ദേവസ്വം ബോർഡുകളും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റ ശബ്ദത്തോടു കൂടി നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയണം. അതിനുവേണ്ടി CPI മുന്നിട്ടിറങ്ങും, കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ജനഹിതം മാനിച്ചുകൊണ്ട് മാറ്റി തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള എല്ലാ ഉത്സവങ്ങളും യഥാവിധി നടത്തുന്നതിനു വേണ്ട നിയമനിർമ്മാണം നടത്തണമെന്നും അതിന് വിഘാതം നിൽക്കുന്ന നിയമങ്ങൾ പിൻവലിക്കണമെന്നും ഈ സെമിനാർ ആവശ്യപ്പെടുന്നു.